അപ്പൊ ഇത്ര ഈ ഒരു വർക്കിനിടയിൽ ഈ ഒരു എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളായിട്ട് എന്താ ഉണ്ടായിട്ടുള്ളത്? മറക്കാൻ പറ്റാത്ത ഒരു സംഭവം, ഒരു ഈ കർണാടകയിൽ ഒരു ചിമ്മിനി 62 മീറ്റർ ചിമ്മിനി ഒന്നിച്ച് ലിഫ്റ്റ് ചെയ്യാണ്. അത് ക്രെയിൻ. ചിമ്മിനി എന്ന് പറയുമ്പോൾ എന്താ മറ്റേ ഈ ഫാക്ടറിയുടെ പുക പോകുന്ന അതല്ലേ? അത് 65 ടൺ വെയിറ്റ് ഉണ്ട് ചിമ്മിനി. അത് ഒന്നായിട്ട് ലിഫ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പെട്ടെന്ന് അത് വീണുപോയി. അത് 65 മീറ്റർ ഹൈറ്റാണ്. അതൊരു ജീവിതത്തിൽ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതിൽ വലിയ ലോസായി പോയി. ഇവിടുന്ന് ഫാബ്രിക്കേഷൻ ചെയ്ത് പീസ് ആയിട്ട് കൊണ്ടുപോയതാണ്. അവിടെ ഇലക്ഷന് ഒന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് തൂക്കിയതാണ്. അപ്പം അതിൽ അത് ലേബർ ഈ 2 പവർ വിഞ്ചാണ്. ഈ 2 പവർ വിഞ്ചിൽ 2 ഇറക്കി തൂക്കി ലിഫ്റ്റ് ചെയ്ത് വെച്ചു. പക്ഷേ ഇത് ഓൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇത് ഓൺ ചെയ്തു. ഇത് ഓൺ ചെയ്യേണ്ടതാണ്. ഇത് ഓൺ ചെയ്യാൻ പാടില്ല. ഇതാണ് ഓൺ ചെയ്യേണ്ടത്. പക്ഷെ അത് ഓൺ ചെയ്ത ഉടനെ അതിൻ്റെ ഈ ലോഡ് ജാസ്തിയായിട്ട് പൊട്ടിപ്പോയി. റോപ്പ് പൊട്ടി അങ്ങനെ ആൾക്കൊന്നും പറ്റില്ല. അതാണ് വലിയൊരു സംഭവം. അപ്പൊ പിന്നെ അതിന്റെ അത്രയും ലോസ് നമുക്ക് തന്നെ കംപ്ലീറ്റ് നമുക്ക് തന്നെ അത് പിന്നെ ഒന്നത് അവിടെ വെച്ച് ചെയ്യേണ്ടി വരും അല്ലേ? പിന്നെ ഈ മേഖലയിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ അപകട സാധ്യതയാണ്. സർക്കസുമാരുള്ള വർക്കാണ്. അപ്പൊ അത് എന്താണ് തൊഴിലാളികൾക്ക് ഇൻഷുറൻസ്, പിന്നെ അതെല്ലാ ബെനിഫിറ്റും ഉണ്ട്. എടുക്കും. ESI PF ഒക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ട് അല്ലേ? പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഇൻഷുറൻസിൻ്റെതോ പിന്നെ ഞങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ അതൊക്കെ ചെയ്യാറുണ്ട്. ഇൻഷുറൻസ് പൈസ ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കണം. ഈ മറ്റ് ക്ലബ്ബ് അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുണ്ടോ? ക്ലബിൽ ഈ കേരള സമാജത്തിലെ മെമ്പറാണ്. ഇവിടുത്തെ UCC-കാരിലും മെമ്പറാണ്. പക്ഷെ അതിലൊന്നും പോകാറില്ല. ഇപ്പം പോകാറില്ല. പണ്ടൊക്കെ പോയിരുന്നു. ഇത് ഈ ലയൺസ് ക്ലബ്ബിൽ നിന്ന് ഒരു ഇതിന് സോഷ്യൽ വെൽഫെയർ അവർ എനിക്ക് തോന്നുന്നതാണ് ഒരു ഇത് വെച്ചിട്ട്. അതിലെന്താ പ്രവർത്തനങ്ങളൊക്കെ? അതിൽ പിന്നെ ഈ ചെറിയ ഇത് കുട്ടികളെ ഈ കണ്ണ് കാണാത്ത കുട്ടികൾക്കും ഇതിലൊക്കെ ഓരോ ഡൊണേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ദിവസം എന്നെ വിളിച്ചതാണ്. ഇത് തരാനാണെന്ന് അറിയില്ല. ഞാൻ പോയതിൻ്റെ ശേഷം അറിഞ്ഞത് എനിക്ക് ഇവിടെ എമൗണ്ട് കൊടുക്കുന്നത്. ഇപ്പം നാട്ടിൽ തിരിച്ചു പോയിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യണം അങ്ങനത്തെ പ്ലാൻ വല്ലതും ഉണ്ടോ? നാട്ടിൽ എന്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നാടെല്ലാം ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അതിനുള്ള ഒന്നും നാട്ടിലില്ലല്ലോ. ഇവിടുത്തെ മാതിരിയുള്ള ഫാക്ടറികളും അതൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ല അതിന് സംബന്ധമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഒന്നുമില്ല. അല്ലെങ്കിൽ നാട്ടിൽ തേങ്ങാണുള്ളത്. തേങ്ങ കൊണ്ട് എന്തെങ്കിലും ഒരു തേങ്ങ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ ഉണ്ടാക്കാനല്ലേ പറ്റുള്ളൂ. അതിന് വിലയില്ല. പക്ഷേ വേറെ ഒന്നും നാട്ടിൽ ഉൽപ്പത്തി ഉണ്ടാകുന്നതായും നാട്ടിൽ വന്നിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നും കേരളത്തിലില്ല. ഇപ്പോൾ കൊച്ചിയിൽ നിറയെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഫാക്ടറികളും അത് ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ IT കമ്പ്യൂട്ടർ നമുക്കൊന്നും വർക്ക് ഉണ്ടാവില്ല. അതൊക്കെ IT മേഖലകളിൽ പോകും. ഇവിടെ ഇപ്പോൾ ചെന്നൈയിൽ കൂടുതലായിട്ട് വർക്കുകൾ ഏതിൻ്റെയൊക്കെയാണ് ചെയ്യുന്നത്? ചെന്നൈയിൽ കണ്ടമാനം വർക്കുണ്ട്. പവർ പ്ലാന്റ്. ഈ പവർ പ്ലാന്റ് കണ്ടമാനം ഇവിടെ തന്നെ ഈ ചെന്നൈ തന്നെ ഒരു 3000 മെഗാവാൾട്ടിൻ്റെ പവർ പ്ലാന്റ് 3-4 നടക്കുന്നുണ്ട്. അതേമാതിരി തമിഴ്നാട്ടിൽ തൂത്തുക്കുടി എല്ലാ സ്ഥലത്തും പല പ്ലാന്റുകളും അതിൻ്റെ എക്യുപ്മെൻറ്റും ഇവിടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കംപ്ലീറ്റ് ഉണ്ട്. ടയർ ഫാക്ടറി, കാർ ഫാക്ടറി. ഈ കാർ ഫാക്ടറി അതിൻ്റെ അൻസിലറീസ് നിറയെ കമ്പനികൾ. അതേമാതിരി കണ്ടമാനം വർക്കുണ്ട്. അതിൻ്റെ അവർക്ക് എപ്പോഴും വർക്കും ഉണ്ടാവും. ഇപ്പോൾ ഓറീസിലൊക്കെ വലിയ വലിയ പ്രോജക്റ്റ് അലൂമിനിയം കോംപ്ലക്സ് എന്ന് പറയുന്ന വലിയ ടാറ്റൻ്റെ ഉണ്ട്. പിന്നെ ഈ സ്റ്റെർലൈറ്റിനൊക്കെ വലിയ പ്രോജക്റ്റുകളാണ്. അതൊക്കെ ലക്ഷക്കണക്കിന് ടന്നേജാണ്. അത് വർക്ക് തീരണമെങ്കിൽ തന്നെ 10 വർഷം 8 വർഷമൊക്കെ ആവും. ഇന്നത്തെ ഇത് വെച്ച് നോക്കിയാൽ തന്നെ നടക്കുന്നുണ്ട്. അതേമാതിരി ഇപ്പോൾ ഇവിടെ റിഫൈനറി വേറെ വരുന്നുണ്ട്. അപ്പോൾ അതേ ഫെർട്ടിലൈസർ ഇതെല്ലാവർക്കും എല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. അവിടെ ഒന്നും ഒരു ചെറിയൊരു ഷെഡ് വന്നാൽ തന്നെ അതിന് വലിയ ഒച്ചപ്പാടും ആൾക്കാർ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയല്ല അത് ഇങ്ങനെയല്ല എന്നുള്ള ഇതുള്ള വെറുത്ത് പോകുന്നു. ഒരു ചെറിയ ഷെഡ് മതി. അതൊന്നും ഇവിടെ കണ്ണിലെ കാണില്ല തമിഴ്നാട്ടിൽ. അപ്പോൾ ഈ കൂടുതലും പിന്നെ ഓരോ കമ്പനികളുമായിട്ടുള്ള കോൺടാക്ട് എങ്ങനെയാണ്? അത് അന്നുള്ള പരിചയം തന്നെ അവരെ വിളിക്കുന്നതാണ്. പക്ഷെ വിളിച്ചിട്ട് നമ്മളെ കൊണ്ടുതന്നെ ചെയ്യിപ്പിക്കും. കാരണം നമ്മൾ അതിൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് തരുന്നത്. പുതിയ കമ്പനി കുറച്ച് ലേറ്റാവും. പക്ഷെ അറിഞ്ഞിട്ട് പിന്നെ തരാമെന്നുണ്ടെങ്കിൽ അത് തരും.
പുതിയ പുതിയ കമ്പനികളും തരുന്നുണ്ട്. പുതിയ കമ്പനി വന്നാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഒരു സെയിൽസ് അല്ലല്ലോ. ഒരു സോപ്പോ അതൊക്കെ ആണെങ്കിൽ സെയിൽസ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സെയിൽസ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് 1-2 കണ്ടിന്യൂ ആയിട്ട് 2-3 വർക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മേലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ L&T ഇവരൊക്കെ ടാറ്റ പ്രോജക്റ്റൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഇവിടെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ? ഇവിടെ ഒന്നും കാര്യമായിട്ട് നെറ്റിൽ ബാങ്ക് വഴി ഇതൊക്കെ വരും, കൊട്ടേഷൻ അങ്ങോട്ട് വരും. പിന്നെ വേറെ ഒന്നുമില്ല ഇതിൽ. അതാണല്ലേ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച കാര്യങ്ങൾ ഞാൻ ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അടുത്ത തലമുറക്ക് ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. അന്നൊക്കെ വന്നിരുന്നു, ഒരു 25 വർഷം മുമ്പ് എല്ലാവരും വന്നിരുന്നു, കഷ്ടപ്പെട്ടുകൊണ്ട് വന്ന് അങ്ങനെ വലുതായി. കഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ അത് കേരളത്തിൽ പറ്റില്ല, കേരളത്തിൽ പുറത്ത് ചാടണം. കേരളത്തിൽ നിന്നാലും ഒന്നും പിന്നെ മുന്നേറൊന്നുമില്ല. കേരളത്തിൽ നിന്നാൽ ഇപ്പോൾ ഇവിടെ 50 ഉറുപ്പ്യ കിട്ടുകയാണെങ്കിൽ അവിടെ 300 കിട്ടിയാലും നന്നാവില്ല. അതേ 50 ഉറുപ്പ്യ ഇവിടെ ജോലി ചെയ്യും. അങ്ങനെ പിന്നെ 300-500 പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യും. എന്തായാലും ഇത്രയും നേരം സഹകരിച്ചതിൽ സന്തോഷം. സാറിൻ്റെ കുടുംബത്തിലും ഈ സ്ഥാപനത്തിലും ഒക്കെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. കേരള വിഷൻ്റെ പ്രേക്ഷകർക്ക് ഇത്ര നേരം എന്നോട് സഹകരിച്ച് സംസാരിച്ചവരോടും നിങ്ങൾ എല്ലാവരോടും നന്ദി. അപ്പോൾ നമ്മൾ ഹുസൈൻ സാറുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. പുതിയ തലമുറ പിന്നെ ശാരീരികമായിട്ട് അധ്വാനിക്കുന്ന കാര്യത്തിൽ വളരെ പിന്നിലേക്കാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട് പഴയ ആൾക്കാരുടെ അത്ര ആരോഗ്യമൊന്നും പുതിയ ആൾക്കാർക്ക് ഇല്ല എന്ന് പറയും. ഒരു പക്ഷേ അതിന് കാരണം തന്നെ ആയിരിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ AC റൂമിലിരുന്നുള്ള ഒരു ജീവിതം പലരും നമ്മൾ ശീലിച്ചു. അങ്ങനത്തെ ഒരു ജോലിയാണ് നമ്മുടെ പുതിയ തലമുറ പിന്നെ നേരിടുന്നത്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് പഴയ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പുതിയ ആൾക്കാർ ചോദിക്കും ഞാനും അതുപോലെ കഷ്ടപ്പെടണമെന്ന് പിന്നെ നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. അത് മറ്റൊരു വിധത്തിൽ കറക്റ്റാണ് കാര്യം. എന്നിരുന്നാൽ തന്നെയും അധ്വാനിക്കുക, ഏത് മേഖലയിലാണെങ്കിലും കഠിനാധ്വാനം ആവശ്യമാണെങ്കിലേ ഒരു വിജയത്തിലെത്തൂ എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡുകളിലൂടെയുള്ള പലരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം. ബൈ.